എന്റെ കയ്യിൽ നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോ നമ്മളെ KKP അബ്ദുള്ളാന്റെ പുസ്തകത്തിൽ നിങ്ങൾ എഴുതിയൊരു അവതാരികയാണ് ഇപ്പൊ അതിലുള്ള കാര്യമായിട്ടുള്ള വിഷയം. മറുപടി വിഭാഗമാണ് ഇറക്കിയത്. ഇവിടുത്തെ ഇസ്ലാഹി സെന്റർ പുത്തനത്താണിന്റെ കീഴിൽ ഇറക്കിയ നോട്ടീസാണ്. നമ്മളെ സംഘടന വളരെ രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടൊക്കെ ഉള്ള എഴുത്ത് ഇതൊക്കെ നമ്മള് വല്ല മാനസികമായിട്ട് ഇല്ലാതെ വിഷമിച്ച് വല്ലാത്തൊരു വിഷമുണ്ട് നമുക്ക് അതിൽ നിങ്ങളെ എഴുതിയില്. ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ള ഒരുപാട് ഹദീസുകളെ നിങ്ങള് നിരാകരിച്ചിട്ട് അല്ല കൂട്ടത്തിൽ ചോദിക്കട്ടെ, ബിംബങ്ങൾ സംസാരിക്കൂലെന്ന് അള്ളാഹ് പറഞ്ഞല്ലോ ഖുർആനില്. എന്ത് അല്ലേ? ബിംബങ്ങൾ സംസാരിക്കുകയില്ലാന്ന് ഖുർആനില് അള്ളാഹ് പറഞ്ഞിട്ടില്ലേ? അത് സംസാരിക്കുന്ന ഒരു പണ്ഡിതൻ പ്രസംഗിച്ചിട്ട് നിങ്ങൾക്ക് വിഷമം തോന്നിയോ? ഞാൻ ചോദിച്ചത് നമ്മളിപ്പോ ഈ കണ്ണേറിന്റെ ഒക്കെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞല്ല. കണ്ണേറും കണ്ണൂക്കും കണ്ണേറും കണ്ണൂക്കും ഒക്കെ അന്ന് നിസ്സാര പ്രശ്നങ്ങളല്ലേ. അതല്ലല്ലോ ബിംബങ്ങൾ സംസാരിക്കൂലെന്ന് എനിക്കറിയില്ലേ ഇബ്രാഹിമേ എന്ന ആളുകൾ ചോദിച്ചേ. എനിക്കറിയില്ലേ ചോദിക്കണേ, എല്ലാവർക്കും അറിയില്ലേ എന്നാണല്ലോ ആ ചോദ്യം. ഭൂമിയിലെ എല്ലാ ആളുകൾക്കും അറിയല്ലോ. എന്നിട്ട് ഒരു മനുഷ്യൻ ഇവിടെ വലിയ പണ്ഡിതനായി ഡോക്ടറേറ്റ് വൃത്തിയായിട്ട് നമ്മളെ വേദികളിൽ പ്രസംഗിക്കുക, ബിംബങ്ങൾ സംസാരിക്കും, ബിംബങ്ങൾ പാല് കുടിക്കും, അത് ജിന്ന് കുടിപ്പിക്കും ാണ് ജിന്ന് സംസാരിക്കും. അതിൽ നിങ്ങൾക്ക് വിഷമം തോന്നിയോ? അതില് വിഷമം തോന്നി മതി. അങ്ങനെ അതിൻ്റെതായിട്ടുള്ള ആധികാരികത വിളിച്ച് പറഞ്ഞതല്ലേ ഇത് മൊലി? ഏത് ആധികാരികത? അള്ളാഹ്ക്കെതിരായിട്ടുള്ള ആധികാരികത അങ്ങനെയല്ല മൊലി. ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെ അതിന് വല്ല തെളിവുണ്ട് അങ്ങനെ മൊലി പറഞ്ഞെന്നുള്ളതിന്? തെളിവില്ലെങ്കിൽ നമ്മൾ ആ പുസ്തകത്തിൽ എഴുതിയല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ സക്കരിയ സലാഹിന്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടില്ലല്ലോ? നിങ്ങളെ പറ്റിയിട്ട് ഈ പുസ്തകത്തില് നിങ്ങൾ ബിംബങ്ങൾ സംസാരിക്കും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. നിങ്ങളതൊന്ന് നിഷേധിക്കണം, അറിഞ്ഞിട്ടൊന്ന് നിഷേധിക്കട്ടെ. നമ്മൾ നൂറ് സംഗതി ജമിയത്തിന്റെ ഉള്ളിലല്ലേ നമ്മളെ സംഘടന തളർച്ചയ്ക്കല്ലേ കൊണ്ടുപോകുന്നത്? എന്ത് സംഘടന തളർച്ച? എന്ത് ഉള്ളിലാ പ്രസംഗിക്കണേ? ക്യാമ്പുകളിലാ പ്രസംഗിക്കണേ? നിങ്ങള് മറ്റേ ഞാൻ ചോദിക്കട്ടെ, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞ ആളായിരിക്കുന്നത് അറിയാ? നേതാവല്ലേ? അയാള് ജീവൻ ടിവിയിലൂടെ ക്ലിപ്പിംഗ് വെച്ചിട്ട് സക്കരിയ സലാഹി യുടെ പ്രസംഗങ്ങൾ ലോകത്തൊട്ടാകെ കാണിച്ചു. അതിൽ പറഞ്ഞ അവസാനത്തെ സംഗതി എന്നൊക്കെ പറഞ്ഞുതരാം. മറഞ്ഞ വഴിയിലൂടെ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ ദോഷം ഭയപ്പെട്ടുകൊണ്ടോ എന്തെങ്കിലും ഒരാൾക്ക് ചെയ്യുന്നത് ആരാധനയാണ് എന്ന അബദ്ധം മുജാഹിദ് പ്രസ്ഥാനം 50 കൊല്ലക്കാലം ഇവിടെ പറഞ്ഞു വന്നിട്ടുണ്ട്. ഞാനും അത് പറഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു എനിക്ക് പുറത്തു തരുമെന്ന് വിശ്വസിക്കുന്നു എന്നാണ് അയാൾ പ്രസംഗിച്ചത്. അത് ഞാൻ അപ്പേപ്പിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ജീവൻ ടി വി ഒന്ന് ഓണാക്കണം ഇപ്പം പിന്നെ. എന്നിട്ട് എനിക്ക് പറയട്ടെ, എന്നിട്ട് ഈ KM ബന്നൂരിനെ ഞാൻ അപ്പൊ വിളിച്ചു പറഞ്ഞു, നിങ്ങളൊന്ന് പിന്നെ ജീവൻ ടി വിയിൽ ഇപ്പൊ വന്നതാണ് അബ്ദുൽ ഹമീദ് ഫൈസി ലോകത്തൊട്ടാകെ കാണിച്ച ഒരു പരിപാടിയാണെന്ന് പറഞ്ഞു. എന്നാ ഞാൻ സക്കരിയാനോടൊന്ന് സംസാരിച്ചിട്ട് നിങ്ങളെ വിളിക്കാറിഞ്ഞു. ആ പറഞ്ഞതിന് ശേഷം ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞു പോയി. പന്നൂരിനെ വിളിച്ചിട്ടുമില്ല, സംസാരിച്ചിട്ടില്ല. ഇയാൾക്ക് ഒരു ബാധ്യതല്ലേ ലോകത്തൊട്ടാകെ അയാളെ പറ്റി ഇങ്ങനെ ഒരു സംഗതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ? അഥവാ മറഞ്ഞ വഴിയിലൂടെ ഗുണം പ്രതീക്ഷിച്ച ദോഷം ഭയപ്പെടുകയാറിന് പിന്നെ ആ നിർവചനം KNM ഉപേക്ഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള വലിയൊരു വിവരമുള്ള ഒരാളൊന്നുമല്ല ഞാൻ. പക്ഷെ ഞാൻ ഈ ആദർശത്തിനെ പറ്റി ഇങ്ങനെ ചെറുങ്ങനെ പഠിച്ച് എനിക്ക് ഈ പ്രസ്ഥാനത്തിനോടൊക്കെ ഭയങ്കര ഒരു മതിപ്പുള്ള ഒരാളാണ്. അപ്പൊ ഈ ഒരു വലിയ ജനകീയ പ്രസ്ഥാനമാകുമ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ, അതിനുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെ വിഭാഗത്തിന്റെ നിർവചനം ഒരാൾ അത് ഉപേക്ഷിക്കുമെന്ന് പ്രസംഗിച്ച KNM അങ്ങനെ തീരുമാനിച്ചോ? ജമിയത്തുൽ തീരുമാനിച്ചോ? പറയണേക്ക് ജമിയത്തുൽ തീരുമാനിച്ചോ? മറഞ്ഞ വഴിയിലൂടെ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ ദോഷം ഭയപ്പെട്ടുകൊണ്ടോ ഒരു സംഗതിയെ വന്നിച്ച്
ഒരു സംഗതിയിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുക ചെയ്യുന്നതാണ് ഇബാദത്ത് എന്ന് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ സംഘടന ഉണ്ടായപ്പോഴും ഇല്ലാത്തപ്പോഴും പറഞ്ഞു വന്ന ഈ കാര്യം നമ്മൾ ഉപേക്ഷിച്ചു. ഇനി മേലിൽ നമുക്ക് ആ നിർവചനം ജമിയത്തുലമയോ KNMO തീരുമാനിച്ചിട്ടില്ലല്ലോ, സക്കരിയാസലായി തീരുമാനിച്ചു. നിങ്ങളെ പോലുള്ള ഒറ്റപ്പെട്ട ആളുകൾക്ക് അങ്ങനത്തെ ഒരു ഇതുള്ള പ്രതികരണമുള്ള, ബാക്കിയുള്ളവരൊക്കെ അതിനെ അംഗീകരിക്കണം. അത് തന്നെ ഇങ്ങനത്തെ നിങ്ങളെ പോലത്തെ ആളുകൾ ഇങ്ങനെ നിന്നിട്ട് സക്കരിയ പറയണൊക്കെ ശരി, ബാക്കിയുള്ളവർ പറയുന്നത് അതുകൊണ്ട് കുടുങ്ങിയിട്ടാണ് ഇവിടെ ഇറങ്ങി നടക്കാൻ വയ്യ. ഞങ്ങൾക്ക് അറിയോ ജിന്ന് ശല്യം കൊണ്ട് മുസ്ലിയാക്കന്മാരാണല്ലോ കൊണ്ട് നടന്നിരുന്നത്. അവര് പ്രസംഗിക്കണം എന്താ അറിയോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങള് ഇവിടെ ജിന്നുണ്ടോ? ഞാൻ ഇപ്പൊ ഇവിടെ ജിന്നുണ്ട് വിചാരിച്ചു. എന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നത്? ഇവിടെ കാവനൂരില് ഒരു സ്ത്രീക്ക് ഗർഭം ഉണ്ടായിട്ട് അത് ജിന്നാണ് എന്നൊരു സിന്നി ജിന്ന് ഇവിടുന്ന് പറഞ്ഞിട്ട് അതിനെത്രയായിട്ട് പ്രതികരണം എഴുതി അയച്ചിട്ട് പോലും വിചിന്തനം വരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. നിങ്ങൾ ഈ പ്രസ്ഥാനത്തിനെ തകർക്കുന്നതിൽ നിങ്ങൾക്ക് ഭയങ്കര പങ്കുണ്ട്. മടവൂരികളെയും കാട്ടിയും യൂസ് ആയിട്ടാണ് നിങ്ങൾ ഇതൊക്കെ എഴുതിയിട്ടുള്ളത്. ഇത് സക്കരിയ അതിന്റെ പങ്ക്, സക്കരിയാക്കാണ് അതിന്റെ പങ്ക്. സക്കരിയാന്റെ ഒപ്പം നടക്കുന്ന ആളുകൾക്കുമാണ് ഈ പ്രസ്ഥാനം കൊണ്ടുവന്ന ഇബാദത്ത് സംബന്ധിച്ച നിർവചനം അടക്കം തകർത്തത്. അതിൽ നിങ്ങൾ കൂടുന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ പങ്കെടുക്കുന്നതാണ്. മറ്റുള്ള പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ ജമിയത്തുൽ പ്രതികരിച്ചതായിട്ട് ഇതുവരെ ഞങ്ങൾ അറിയില്ല. ഏത് ജമിയത്തുൽ ഉലമ ഇപ്പൊ എല്ലാ സ്ഥലത്തും പിന്നെ വിശദീകരണം നടത്തുന്നുണ്ടല്ലോ. അതിൽ സക്കരിയാന്റെ പരിപാടിയാ പറയുന്നത്. ജമിയത്തുൽ ഉലമ പിന്നെ അബ്ദുറഹ്മാൻ സലഫിയൊക്കെ വിശദീകരിക്കുന്നുണ്ടല്ലോ. നമ്മൾ KNM അറിഞ്ഞായിട്ടല്ലോ. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ ജിന്നിനോടും മലക്കിനോടും സഹായം തേടല് ഒരു ഭൗതിക കാര്യമാണെങ്കിൽ എന്തുകൊണ്ട് പിശാചിനോട് സഹായം തേടിക്കൂടാ? ഭൗതിക കാര്യം ഈ കാഫറിനോട് തേടിക്കൂടെ? രാമനോടും കൃഷ്ണനോടൊക്കെ നമ്മൾ സഹായം തേടുന്നില്ലേ? എന്ന മാതിരി ഇബ്ലീസിനോട് സഹായം തേടാന്നില്ല ഇയാൾ പ്രസംഗിക്കണേ. ഇസ്ലാം നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇസ്ലാമുള്ള പ്രസിദ്ധീകരണം ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏത് ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളാണ് സക്കരിയ സലാഹി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു തരുന്നത്. പിന്നെ സംശയം എന്തായാലും എന്തിനാ അയാള് ബിംബങ്ങൾ സംസാരിക്കുന്ന അറിയണേ? ഹിന്ദുക്കൾ പറയുന്നില്ലല്ലോ ബിംബങ്ങൾ സംസാരിക്കുന്നേ. ഹിന്ദുക്കൾ പറയുന്നത് ഞങ്ങളൊരു പ്രതീകാത്മകമായിട്ട് ഞങ്ങൾക്കൊരു ഏകാഗ്രത കിട്ടാൻ വേണ്ടി ഞങ്ങൾ ബിംബത്തെ വെക്കുന്നേ ഉള്ളൂ, അല്ലാതെ അവ ഞങ്ങളെ സഹായിക്കുകയോ ഞങ്ങളോട് സംസാരിക്കുകയോ ചെയ്യൂലെന്ന് അള്ളാഹ് പറയണേ. ബിംബങ്ങൾ സംസാരിക്കൂലെന്ന് എനിക്കറിയില്ല ഇബ്രാഹിമേ എന്ന് ജനങ്ങൾ ചോദിച്ചു. അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയില്ലേ എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. എന്നിട്ട് ഇയാൾ പ്രസംഗിക്കണേ ബിംബങ്ങൾ സംസാരിക്കും, അത് ഇബ്ലീസ് പിശാചിന്റെ എവിടെയാണ് പറഞ്ഞത്? നിങ്ങൾ ദീന് കുറെ പഠിച്ചിട്ടില്ലേ? അല്ല നിങ്ങൾ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് ദീന് കുറെ പഠിച്ചിട്ടില്ലേ? എവിടെയാണ് ഈ ബിംബങ്ങൾ സംസാരിക്കും, ഇബ്ലീസ് സംസാരിപ്പിക്കും എന്ന് എവിടെയാ പറഞ്ഞത്? ഖുർആനിലോ ഹദീസിലോ ഉണ്ട്? ബിംബം ആരാധിക്കുന്ന ആളുകൾക്ക് പോലും അങ്ങനെ അഭിപ്രായം ഇല്ലല്ലോ. ഇല്ലല്ലോ, പിന്നെ എങ്ങനെ സക്കരിയ സലാഹിക്ക് അഭിപ്രായം ഉണ്ടായത്? പക്ഷെ ഞാൻ ചോദിക്കുന്നത് നമ്മളെ മുജാഹിദ് പണ്ഡിതന്മാരിലും നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കേ, നിങ്ങൾ സക്കരിയ സലാഹിനെ ഒന്ന് വിളിച്ച് ചോദിക്കേ, നിങ്ങൾ ബിംബങ്ങൾ സംസാരിക്കുന്ന എവിടെങ്കിലും പ്രസംഗിച്ചോ? നിങ്ങൾക്ക് നിങ്ങൾ ഇന്നെ വിളിക്ക്, പ്രസംഗിച്ചിട്ടില്ല അറിയുമ്പോ അപ്പൊ നമുക്ക് ആ പുസ്തകമാണ് പിൻവലിക്കാം. ഒരു ചോദ്യം പാടെ ഞങ്ങളെ മുജാഹിദ് പ്രസ്ഥാനത്തില് പണ്ഡിതന്മാരിൽ ഇരിക്കുന്നത് അതുപോലെ തന്നെ പ്രവർത്തകന്മാരിലൊക്കെ ഒരുപാട് ദീനും ഇസ്ലാമികമായിട്ടുള്ള വിജ്ഞാനമുള്ള ആളുകളുണ്ട്. അവരൊക്കെ ഇത് കേൾക്കുന്ന സമയത്ത് അവരൊക്കെ മുണ്ടാതിരിക്കുകയുള്ള, കാരണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊക്കെ പ്രതികരിക്കൂല. ശിർക്കിന് കേൾക്കുന്ന ആളുകളാണ്. അല്ലാതെ നിങ്ങളിപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരാളല്ലേ? നിങ്ങളിപ്പോ സക്കരിയാനെ വിളിച്ചിട്ട് നിങ്ങളെ പറ്റിയ ഒരു പുസ്തകം എനിക്ക് കിട്ടി. ആ പുസ്തകത്തില് നിങ്ങൾ പിന്നെ ബിംബങ്ങൾ സംസാരിക്കും എന്ന് എവിടെയോ പ്രസംഗിച്ചതായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ശരിയാണോ സക്കരിയ സലാഹി? അങ്ങനെ പിന്നെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. കേട്ടോ മൂപ്പർ പറയട്ടെ, ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല, എനിക്ക് അഭിപ്രായമില്ല. എന്നാൽ മൂപ്പര് അത് നിങ്ങളെ അറിയിച്ച നിങ്ങൾ ഇന്നെ വിളിക്ക്, അപ്പൊ നമുക്ക് ഈ പുസ്തകം പിൻവലിക്കാം. നമ്മളെ എത്ര അബദ്ധം പറ്റിയതാ അറിഞ്ഞിട്ട്. എന്താ പിന്നെ നിങ്ങൾക്ക് സക്കരിയാനോട് ഒന്നും പറയാൻ കേൾക്കാവൂല? സക്കരിയാനോട് വിളിച്ച് ചോദിക്കേ, ഇന്നെ പറ്റി നോട്ടീസ് ഇറങ്ങി അറിഞ്ഞല്ലോ എന്ന മാതിരി നിങ്ങളെ പറ്റി ഒരു പുസ്തകം ഇറങ്ങിയാണ്. ആ പുസ്തകത്തിൽ നിങ്ങളെ പറ്റി ഇങ്ങനെ കണ്ടു. അപ്പം ബിംബങ്ങൾ സംസാരിക്കും,
എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോന്ന് ചോദിച്ചു നോക്കി. എന്റെ മൂപ്പര് പറയാണ് എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല, ഞാൻ പറഞ്ഞിട്ടില്ലാന്ന് പറയട്ടെ. അപ്പൊ നമുക്ക് അതിന്റെ ബാക്കി ചോദിച്ച ചോദ്യം എന്താണ്? കാരണം നമ്മളെ എന്തുകൊണ്ടാണ് എന്നിട്ട് ഇത്രയും ഇസ്ലാമികമായിട്ടുള്ള വിജ്ഞാനവും ദീനൊക്കെ ഉള്ള നമ്മളെ മുജാഹിദ് നിഷ്കളങ്കരായിട്ടുള്ള പ്രവർത്തകന്മാര് പോലും ഉണ്ടാതിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഇതുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എനിക്കറിയില്ല കേട്ടോ, അതെനിക്കറിയില്ല. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞ ഇജ്തിഹാദിന്റെ അവരും ഉണ്ടാതിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പൊ ഞാൻ ഉണ്ടാതിരിക്കണ്ട. എന്റെ ഈമാന്റെ കാര്യം ആണല്ലോ, എനിക്കും ഒക്കെ ഉണ്ട്. അവനാന്റെ നെർസിയാണല്ലോ. ഓരോരുത്തർ ഫാത്തിമീനോട് നബി പറഞ്ഞത് അത് തന്നെയാണല്ലോ. എനിക്കിപ്പോ ഇവരിങ്ങനെ നടന്ന് ഞാൻ ഇപ്പൊ പ്രസംഗിക്കില്ലല്ലോ 2-3 കൊല്ലായിട്ട്. കാരണം എന്താ, ഇവരെ പ്രസംഗത്തിൽ ഇവരെ കൂട്ടത്തിൽ പ്രസംഗിക്കണം. ഇവനവിടെ പ്രസംഗിച്ച് പോയിട്ടുണ്ടാവും. ബിംബങ്ങൾ സംസാരിക്കും, ബിംബങ്ങൾ പാല് കുടിക്കും. അതിന്റെ പിന്നില് ഞാൻ ഇനിയിപ്പോ അവിടെ കുടുംബജീവിതം പ്രസംഗിച്ചാലും അതിന്റെ ബാക്കിക്കാരനായിട്ടല്ലേ ഞാൻ പ്രസംഗിക്കാൻ പോകല്ല. ഇവരെയൊന്നും സ്റ്റേജിമേല് ഇവരെ സ്റ്റേജിമേലല്ല ആ പരിപാടി ഞാൻ നിർത്തി. കാരണം എന്താ വെച്ചാല് ഇത്രയും നിങ്ങൾ ഈ വിഷയം പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. മാസികയില് നിങ്ങൾക്ക് ജീവിതത്തിൽ പറയാൻ സാധിക്കുമോ അള്ളാഹുവിന്റെ റസൂലിന് മലക്കുകളെ സഹായം കിട്ടിയെന്നല്ലോ യുദ്ധത്തില്? പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ ആരോടാ ചോദിച്ചത്? ഇബിലീലിനോട് മീക്കായിലിനോട്. ഇബിലീലിനൊക്കെ ഇടക്കിടക്ക് കാണുന്ന അല്ലെങ്കിൽ വരുന്ന ഒരാളാണല്ലോ നബി. നബി ബദറില് ഇബിലിയിലെ കുറച്ച് ആളുകൾ ഒന്നായിട്ട് പട്ടാളക്കാർ നിങ്ങൾ പിന്നെ മലക്കുകൾ വന്ന് സഹായിക്കണേന്ന് നബി എവിടെ പ്രാർത്ഥിക്കണോ? പ്രാർത്ഥിക്കുക എന്ന് പറയണ്ട, സഹായം തേടിയിട്ടുണ്ടോ? ഈ പറയണ ഇല്ല ഞങ്ങൾ പറയണ മട്ടാഞ്ചേരി പ്രതിവാദത്തിന്റെ CD ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാനിപ്പോ നിങ്ങളൊരു ലേഖനം ഇന്നത് നിർബന്ധിച്ച് എന്നാലേ മട്ടാഞ്ചേരിയിൽ നിന്ന് സുന്നികൾ ചോദിച്ചു, മലക്കെ സഹായിക്കണേ, ജിന്നെ സഹായിക്കണേ എന്നിത്യാദി മലക്കുകളോടും ജിന്നോടോടുള്ള സഹായ തേട്ടം ഷിർക്കാണ് എന്ന് ഉമ്മർ മൗലവി പറഞ്ഞ ഫാത്തിയുടെ തീരത്ത് ഞങ്ങളെ മേശപ്പുറത്തുണ്ട്. സുന്നീദ് മദനിയുടെ പുസ്തകം ഞങ്ങളെ മേശപ്പുറത്തുണ്ട്. പക്ഷെ നിങ്ങളുടെ ഇസ്ലാമിൽ നിങ്ങൾ എഴുതിയത് അങ്ങനെ സഹായം തേടുന്നതിന് വിരോധമില്ല എന്നാണ്. അതുകൊണ്ട് നിങ്ങളെ വാദം ഏതാണെന്ന് വെച്ചാല് ഷിർക്കാണെങ്കിൽ ഷിർക്ക് അല്ല, ഇത് വിരോധമല്ല എന്നുള്ളത് ആണെങ്കിൽ വിരോധമല്ല. അതിപ്പോ ഇവിടെ എഴുതണം, ഇങ്ങോട്ട് വേണം നമുക്ക് വാദപ്രതിവാദം തുടങ്ങാൻ എന്ന് സുന്നി ഭാഗത്തുനിന്ന് പറഞ്ഞപ്പം ആ വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ ചെയ്താതെ മട്ടാഞ്ചേരിയിൽ നിന്ന് പിരിഞ്ഞു പോന്നൊക്കെയാണ്. അതിന്റെ CD മുജാഹിദീങ്ങൾ ഇറക്കിയിട്ടില്ല, സുന്നികൾ ഇറക്കിയാണ്. എന്താ കാരണം അറിയോ? നമ്മളാണല്ലോ പിന്നെ ഒരു സംവാദം കഴിയണതിന്റെ മുമ്പ് CD ഇറക്കല്ലേ. എന്താ CD ഇറക്കാൻ കഴിയാതെന്ന്? മലക്കിനോടും ജിന്നിനോടും സഹായം തേടൽ എന്നതിന് വിരോധമില്ല. ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കുടുങ്ങിയാൽ മക്കാമുസ്ലിക്കുകൾ അള്ളാനെ മാത്രം മുഖലിസിങ്ങളായിട്ട് പ്രാർത്ഥിച്ചിരുന്നു എന്നാ ഖുർആനിൽ പറഞ്ഞേ. ഈ ജബ്ബാർ മൗലവി പറയുന്നത് ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് മലക്കിനെയും ജിന്നിനെയും വിളിച്ച് തേടുന്നതിന് യാതൊരു വിരോധമില്ല. അത് സഹായത്തേട്ടാണ്. അത് പിന്നെ മറ്റേ സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തല്ല, മനുഷ്യ കഴിവല്ല, സൃഷ്ടികളുടെ കഴിവിന് ഭയങ്കരമായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള വിഷമത്തിൽ ഞങ്ങളിതൊക്കെ ഇനി എവിടെ പോയി പഠിക്കും? ഇങ്ങനെ വരെന്നെ വിളിച്ച് ചോദിക്ക് എന്താ ഇപ്പൊ ഈ വ്യതിയാനം വന്നതെന്ന് ചോദിക്ക്. 50 കൊല്ലായിട്ട് ഇല്ലാത്ത അല്ലെങ്കിൽ 50 കൊല്ലായിട്ട് ഇതിനെക്കാട്ടി യഥാർത്ഥത്തിൽ ഇപ്പൊ മുജാഹിദ് ഉസ്താദിന്റെ ആശയത്തിലുള്ളത് മടവൂരികളാണെന്ന് തോന്നിപ്പോവാ. ഏത് മുജാഹിദ് ഉസ്താദിന്റെ ആദരം നിങ്ങളുടെയൊക്കെ അതൊക്കെ ഒരു നമ്പർ. ആ നമ്പറിനൊന്നും നമ്മൾ പേടിക്കൂല. ഒരാള് ഒരു ഖുർആനിലോ സുന്നത്തിലുള്ള ഒരു കാര്യം പറയുമ്പം അയാൾ ചേകനൂരാണ് അറിയാം, അല്ലെങ്കിൽ അയാൾ CN മൗലവിന്റെ ആളാ അറിയാം, അല്ലെങ്കിൽ അയാൾ മടവൂരി അറിയാം, ഇനി അതല്ലെങ്കിൽ കാരിയാനിയാന്ന് അറിഞ്ഞോളി. അതിനൊന്നും നമ്മൾ പേടിക്കൂല. നമ്മള് പിന്നെ കാരണം നമ്മളെ എവിടെയും അജ് ഗ്രൂപ്പും ഉംറ ഗ്രൂപ്പും ഒന്നും ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുന്നില്ല. അത് നിർത്തിയേക്കേണ്ടി വരുമല്ലോ അറിഞ്ഞ പ്രശ്നമല്ല. എവിടെയും സംഘടനയിൽ എവിടെയും ഭയം പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്നില്ല. അപ്പൊ അത് നിർത്തി അറിഞ്ഞ പ്രശ്നമില്ല. നമ്മൾ ഏതെങ്കിലും സ്ഥാപനം ഉണ്ടാക്കിയായിട്ട് വിദേശത്തും സ്വദേശത്തും ഏറ്റിന്റെ കത്ത് വാങ്ങിക്കൊണ്ടിട്ട് പൈസ പിരിക്കണമില്ല. അതുകൊണ്ട് ആ ജാതി ബേജാറൊന്നുമില്ല. അത് മടവൂരിയാണ് മറ്റതാണ് അറിഞ്ഞ് അത് കൊടും നമ്മള്, വേറെ ഒന്നുമില്ല. അപ്പൊ കഴിഞ്ഞ ആഴ്ച കേരളത്തിലൊട്ടാകെ അത്രയമായി ഇരുവേറ്റി മടവൂരിൽ ഇന്നലെ ഒരാളിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് കോഴിക്കോട് സ്വീകരണം വെച്ചിരുന്നു, പിന്നെ ആരോ ഇടപെട്ടിയായിട്ട് പിന്നെ സ്വീകരണം നിങ്ങളെ പിൻവലിപ്പിച്ചതാണ് എന്നൊക്കെ അവിടെ പറഞ്ഞു. ആ ഒയിലിൽ
മുഖദ്ദീബീൻ എന്ന് പറഞ്ഞ് എനിക്ക് അത്രേ അതിനെ പറ്റി പറയാനുള്ളൂ. വേറൊന്നുമില്ല. ഒരു മടവൂർക്കും ഒരു ചേകനൂർക്കും പോലെ ഈ KNM തന്നെ നിന്നിട്ട് നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഇബാദത്തിന്റെ നിർവചനം പുനഃസ്ഥാപിപ്പിക്കാൻ സാധിക്കുമെന്ന് അപ്പൊ നമ്മൾ നോക്കുന്നത്. മറഞ്ഞ വഴിയിലൂടെ നിങ്ങളെ ഉപേക്ഷിക്കണോ? ഞങ്ങളോടൊന്നും ചോദിക്കട്ടെ, വ്യക്തിപരമായിട്ട് വേറൊന്നുമില്ല. മറഞ്ഞ വഴിയിലൂടെ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ ദോഷം ഭയപ്പെട്ടുകൊണ്ടോ എന്തിനെ വന്നിക്കുന്നതും പിന്നെ ഇബാദത്താണ് എന്ന നിർവചനം നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്നാ ഞാൻ അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം പഠിച്ച ഒരാളാണല്ലോ. നിങ്ങൾക്ക് നിർവചനം നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പകരം എന്താണ് നിങ്ങളെ കയ്യിലുള്ള നിർവചനം? ഞാനത് ഉപേക്ഷിക്കൂല. കാരണം അള്ളാഹ് മാത്രം ഈ ലോകത്ത് ആരാധിക്കപ്പെടാൻ അറിയാതായിട്ട് അള്ളാഹിനെ മാത്രം തവക്കുലാക്കി ജീവിക്കണം എന്നുള്ളതാണ് ഞങ്ങളൊക്കെ പഠിച്ച തൗഹീദ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഒരു ശക്തികളിലും ആരാധിക്കരുത് എന്നുള്ള അപ്പൊ മലക്കിനെ ആരാധിക്കുന്ന പോട്ടെ, മലക്കെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളെ അഭിപ്രായം? രക്ഷിക്കണേ, ജിന്നെ രക്ഷിക്കണേ, പിശാചി രക്ഷിക്കണേ ഒന്നും പറയാൻ പാടില്ല. എന്നാലും അതാണ് ഇവിടെ പ്രബോധനം ചെയ്യുന്നത്. ഇന്ത്യ കയ്യിൽ പണ്ട് ഇസ്രായേൽ വേണമെങ്കിൽ അയച്ചതാ, ഇസ്രായേൽ ജബ്ബാർ മൗലവി അങ്ങനെ തേടുന്നത് ഭൗതിക കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തേടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് വിഷയം, മറ്റൊന്നല്ല. ആ കൂട്ടത്തിൽ കുറെ കണ്ണേറും ആകെ ഒരു വലിയൊരു പ്രശ്നം കണ്ണാത്തതൊന്നുമില്ല. KNM ഈ ഇസ്ലാം പ്രസ്ഥാനമൊക്കെ വന്ന കാലത്ത് കണ്ണേറി, അതുപോലെ കറുത്ത നായി, കറുത്ത പൂച്ച, പല്ലിനെ കൊല്ലല്, ഇതൊക്കെയല്ലായിരുന്നു മുഖ്യ വിഷയം. KNM എന്തായിരുന്നു? KNMന്റെ ശബ്ദം ദൂരത്തുനിന്ന് 2 മൈൽ അപ്പുറത്തുനിന്ന് സ്പീക്കറിൽ കേട്ടാൽ നമ്മൾ മനസ്സിലാക്കുമല്ലോ. ശക്തി വിദ്യാർത്ഥി സുഹൃത്ത് അങ്ങനെയാണ് പിന്നെ KNM ഇസ്രായേൽ പ്രസ്ഥാനം പ്രസംഗിച്ചു വന്നത്. ഇപ്പൊ എന്താ പ്രസംഗം? കേറിയ കണ്ണേറി, കറുത്ത നായ, കറുത്ത പൂച്ച, പല്ലിന്റെ പാല് മുറിയാതെ പല്ലിനെ കൊല്ലല്. ഒന്നുമില്ലെങ്കിൽ ഈ സമുദായത്തിന് ഈ കാലം വരെ വന്ന മാറ്റത്തിനും സമുദായത്തിന് ഒരു വലിപ്പമുണ്ടല്ലോ. ആ സമുദായത്തിനോട് നിസ്സാരമായ അതൊന്നും സുന്നത്തല്ലാന്നോ കൂലില്ലാന്നും നമ്മൾ പറയില്ല. പക്ഷെ അതാണോ പ്രബോധനം ചെയ്യല്? പ്രബോധന വിഷയങ്ങൾ തന്നെ അട്ടിമറിച്ചില്ലേ? അടിസ്ഥാന വിഷയങ്ങൾ വിട്ടിട്ട് നിസ്സാരമായ കാര്യങ്ങൾ പിന്നെ അവിടെ കിടക്കുന്നത് ചെയ്തിട്ട് മാത്രമല്ല. ഖുർആനിൽ അങ്ങനെ പറഞ്ഞോട്ടെ, ഹദീസിൽ ഇങ്ങനെ പറഞ്ഞോണല്ലോ. ഇതാപ്പോ നമ്മളോട് പറയുന്നത് ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞോട്ടെ. നബിക്ക് സേറ് വെച്ച് അറിയുന്ന വസ്തുക്കളുടെ വാദമാണ്. അത് ഖുർആനിൽ പറഞ്ഞോട്ടെ. അതിന് അതല്ല ഖുർആൻ എതിരാണെങ്കിൽ വലിച്ചെറിയണം. നിങ്ങൾ ഞാൻ പറഞ്ഞെന്ന് ആരോട് വേണമെങ്കിൽ പറഞ്ഞോളി. ഖുർആൻ എതിരായിട്ട് ഹദീസോ, 1-ാം പ്രമാണത്തിനെതിരായി 2-ാം പ്രമാണം നിശ്ചയ എന്താണ്? എവിടുന്നാണ്?